ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ലോഗോയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന FC മൊബൈൽ പുതിയ ലാലിഗൻ്റെ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പരിചയപ്പെടാനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ ഇൻ്റർഫേസ് എന്ന് പറയുക വെച്ചാൽ ഇൻട്രോ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അവിടെ തന്നെ ചെല്ലുമ്പോൾ ഉണ്ട് ലാലിഗ ടൂറ്, അവിടെ റിയൽ മാഡ്രിഡിൻ്റെ ഫൗണ്ടേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്യാച്ചാൽ നമുക്കതിന് കിട്ടുന്നത് ലാലിഗൻ്റെ ഒരു പ്രൊഫൈലും അതേ തന്നെ ലാലിഗ പോയിൻ്റുമാണ്. ലാലിഗൻ്റെ റിയൽ മാഡ്രിഡിൻ്റെ ഒരു പ്രൊഫൈലും ഈ ലാലിഗ പോയിൻ്റാണ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വീക്ക്ലി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻ്റർഫേസ് ഇതുണ്ട്. അവിടെ നമുക്ക് ഈ ലാലിഗ പ്ലേസിന് വെച്ച് 5 മാച്ച് കംപ്ലീറ്റ് ആക്കാനാണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 10 പ്ലേയേഴ്സിനെ 10 വട്ടം ട്രെയിൻ ചെയ്യാനാണ്. പിന്നത്തെ ഇതിൽ വരുന്നത് ഒരു പ്ലെയറിനെ റാങ്ക് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇതിൽ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറയുക വെച്ചാൽ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഈ ലാലിഗ പോയിൻറ്റ്സിനെ കിട്ടുന്നത് 100 ലാലിഗ പോയിൻറ്റ്സും അതുപോലെ തന്നെ ലാലിഗ പാസ് പോയിൻറ്റും പിന്നെ ജംസ് പോയിൻറ്റ്സ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറയാച്ച നിങ്ങൾ ഈ എക്സ്ചേഞ്ച് റിവാർഡ്സിൽ ഒരിക്കലും കറക്കരുത് ഗൈസ്, വൺ നഷ്ടമാണ്. കാരണം ഈ ലാലിഗ പോയിൻറ്റ്സ് വെച്ച് വേറെ കുറേ ഗുണങ്ങളുണ്ട്. നിങ്ങളത് കറക്കാൻ നിൽക്കരുത്. എനിക്ക് തോന്നുന്ന വെച്ചാൽ കറക്കിക്കോ, എൻ്റെ അഭിപ്രായത്തിൽ കറക്കിക്കോ, അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്കിവിടെ ഈ മാച്ചസ് മൈൽ സ്റ്റോണുണ്ട്. അവിടെ നമുക്ക് ഈ കീ മാച്ചസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക വെച്ചാൽ 5 കംപ്ലീറ്റ് ആക്കുക വെച്ചാൽ 400 ലാലിഗ പോയിന്റ് കിട്ടും. പിന്നെ 9 കംപ്ലീറ്റ് ആക്കുക വെച്ചാൽ നമുക്ക് ഈ ഹാവിയർ മഷറാനെ കിട്ടും. 3 ഹാവിയർ മഷറാനുണ്ട്. 3 മഷറാനാണ് കിട്ടുന്നത് റാങ്കൊക്കെയാണ്. നമുക്ക് ലാലിഗ പ്ലെയറാണ് 102 105. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഗൈസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഇതിൽ മറ്റേ ബ്രാഹിം ഡിയാസിൻ്റെ കേട്ടോ. സീന് കാർഡാണ് ഗൈസ്. 106 പേസ്, 100 ഷൂട്ടിങ്, 111 പാസിങ്, 116 ഡ്രിബ്ലിങ്. ഈ കാർഡ് ഒരു രക്ഷയില്ലാത്ത കാർഡാണ് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാർഡ്. അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇസ്കോൻ്റെ ഒരു കാർഡ് ഉണ്ട് ഗൈസ്. ഞാൻ കാണിക്കാം. ഇസ്കോൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതിലും പാസിങ്ങും ഡ്രിബിളിങ്ങും ഒക്കെ സീനാണ് ഗൈസ്. ബ്രാഹിം ഡിയാസിൻ്റെ ഇതാ സീന്. അപ്പോൾ 105 പോലെയൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെ വോട്ട് ഫോർ യുവർ ടീം എന്നുണ്ട്. അവിടെ നിങ്ങളൊരു ക്ലബിനെ വോട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബാർസനായിട്ടോ ചാമ്പ്യൻസാണ്. ലാലിഗ ചാമ്പ്യൻ ആരാവുക. ഇപ്പോൾ ലാലിഗയിൽ 3rd പ്ലേസിൽ ആരാ നിൽക്കുക, റണ്ണറപ്പ് ആരാ നിൽക്കുക, അങ്ങനെയൊക്കെയാണ് ഇതിലില്ല. അപ്പം ഞാൻ ഈ ചാമ്പ്യൻസിൽ നോക്കാനായിട്ട് പോകുന്നില്ല. ലാലിഗയിൽ ചാമ്പ്യൻസ് ഞാൻ വോട്ട് ചെയ്യുന്നത് ബാർസക്കാണ്. എൻ്റെ ഇഷ്ട ക്ലബ്ബായതുകൊണ്ടാണ് ഞാൻ ബാർസക്ക് വോട്ട് ചെയ്യുന്നത്. ഇതിലെവിടെയാണ് ബാർസക്ക് എവിടെയാണാവും ഗൈസ് തരുന്നു കേട്ടോ. ബാർസന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കൺഫേം അടിക്കുക. കൺഫേം അടിച്ച് കഴിഞ്ഞാൽ റണ്ണറപ്പിൽ കൊടുക്കാനായിട്ട് കരുതിയിട്ടുള്ളത് റയൽ മാഡ്രിഡ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും കരുതിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ബാർസയാണ്. ഞാൻ ബാർസനെ ഇതാക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ റണ്ണറപ്പിൽ കൊടുക്കാനായിട്ട് പോകുന്നത് റയൽ മാഡ്രിഡിനെ കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ക്ലബ്ബ് ബാർസയാണെന്നാണ് ഞാൻ ബാർസനെ കൊടുത്തത്. റയൽ മാഡ്രിഡ് എവിടെയാ നോക്കട്ടെ കേട്ടോ. ബാർസ
ഗൈസ് റയലിനെ കാണാനില്ല കേട്ടോ. അങ്ങോട്ട് നോക്കാം. ഈ ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കേണ്ട വീഡിയോ ലെങ്ത് ആവുന്നില്ല കൊണ്ട് തന്നെ നമ്മൾ അത് നോക്കുന്നില്ല. പിന്നീട് നമ്മൾ നോക്കുന്നത് വോട്ട് റിവാർഡ്സ് ആണ്. നമ്മൾ ഇതൊക്കെ ഇതാക്കിയതിന് ശേഷം വോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലാലിഗ സീസൺ എൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ FC മൊബൈലുകാർ ഇത് റിവീലാക്കുക. ഏത് ഇത് ചാമ്പ്യനാണ്. അങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് റിവാർഡ്സ് കിട്ടും. അപ്പോൾ ഇതിന് കിട്ടുന്ന റിവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വരിക വെച്ചാൽ നമ്മൾ അതിൻ്റെ വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തത് എന്ന് വെച്ചാൽ ലാലിഗ ഹാൾ ഓഫ് ഫെയിം ആണ്. ഇവിടെ നമുക്ക് ഫെർണാണ്ടോ ഹിയറിനെ കാണിക്കുന്നുണ്ട് റയൽ മാഡ്രിഡിൻ്റെ. അപ്പോൾ ഫസ്റ്റ് കളി വെച്ചാൽ ലാലിഗ പോയിന്റ് 150 കിട്ടും. കോയിന് 2 അതേപോലെ തന്നെ ഈ ഫെർണാണ്ടോൻ്റെ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് കാരണം വരില്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലാലിഗ പോയിന്റ്സ് കൊണ്ട് വേറും കുറേ ഉപകാരമുണ്ടെന്ന്. 1000 അവിടെ കൊടുത്താൽ എനിക്ക് ഫെർണാണ്ടോ ഹിയറിനെ കിട്ടുന്നതായിരിക്കും. കണ്ടു ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഫെർണാണ്ടോ ഹിയറിൻ്റെ സ്റ്റാറ്റ്സ് സീനാണ് ഗൈസ്. പിന്നെ അടുത്ത പ്ലെയർ നമുക്ക് വരുന്നത് മൊറൈൻഡസ് ആണ്. അപ്പോൾ നമുക്ക് മൊറൈൻഡസിനെ എടുത്ത് നോക്കാം. അതും ഇതേപോലെ തന്നെ 150 ലാലിഗ പോയിൻ്റാണ് ആ കളിയിൽ വരുന്നത്. പിന്നെ ഇവിടെ 1000 ലാലിഗ പോയിൻ്റ് ഇട്ടാൽ മൊറൈൻഡസിന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സീന് കാർഡ് ഗൈസ്. ഫേസ് 101, ഷൂട്ടിങ് 109 ഗൈസ്. സീന് കാർഡ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാർഡാണ്. നിങ്ങളോട് ഞാൻ എടുക്കാൻ സജഷൻ ഇയാൾക്ക് ഫോർലാൻഡ് കാർഡാണ്. കാരണം ഈ കാർഡിൻ്റെ സ്റ്റാറ്റ്സ് 105 പേസ്, 110 ഷൂട്ടിങ്, 93 പാസിങ്, 100 ഡ്രിബിൾ. നമുക്കിവിടെ സാബി അലോൺസോ, കാർലോസ് പോയൽ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഡിയാഗോ ഫോർലാൻഡ് അൺലോക്ക് ആവുക 7 ദിവസത്തിന് ശേഷം കേട്ടോ. 7 ദിവസം പറച്ച ഒരാഴ്ചക്ക് ശേഷം ഈ സാബി അലോൺസോൻ്റെ ഫോർലാൻഡ് ഇതാവും. പിന്നെ നമ്മുടെ കാർലോസ് പോയലിൻ്റെ 14 ദിവസത്തിന് ശേഷം 2 ആഴ്ച. അപ്പോൾ നമുക്ക് இந்த വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചെറിയ സപ്പോർട്ട് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.